ഈ പട്ടണത്തിലെ ചവറ്റുകൊട്ടയിലേക്ക് ആരോ വലിച്ചെറിഞ്ഞവനെ കൂടെ കൂട്ടി കൂടപ്പിറപ്പിന്റെ സ്നേഹം തന്ന് ഇന്നത്തെ വിശ്വരൂപത്തിലേക്ക് വളർത്തിയ നിന്റെ മച്ചാനെ നീ മറന്നു. പിന്നിട്ട കാലങ്ങളെ, നടന്ന വഴികളെ നീ മറന്നു. മരണം തന്നെയാണ് മറവിക്കുള്ള ശിക്ഷ. കാർലോസ് പടവീടൻ നന്ദികേടിന്റെ പുസ്തകം തന്റെ മുന്നിൽ തുറന്നു വെക്കുമ്പോൾ ഒരു സെന്റി ഡയലോഗ് മറുപടി പ്രതീക്ഷിച്ച പടവീടനും പ്രേക്ഷകർക്കും പക്ഷെ അയാൾ നൽകിയത് ഒരു ഒന്നൊന്നര മറുപടിയായിരുന്നു. ബ്ലാക്ക് എന്ന സിനിമയിൽ എണ്ണം പറഞ്ഞ ഡയലോഗുകൾ ഒത്തിരി ഉണ്ടായിരുന്നുവെങ്കിലും ക്ലൈമാക്സിലെ ആ ഡയലോഗ് എല്ലാവരുടെയും ഫേവറേറ്റ് ആയി മാറി. പടവീട, നീ എന്റെ ഉണ്ടാക്കിയ തന്തയാവല്ലേ. കാരിക്കാമുറി ഷൺമുഖൻ തിരശീലയിൽ എത്തിയിട്ട് 2 പതിറ്റാണ്ടുകൾ. സത്യത്തിൽ ആരാണ് ഈ ഷൺമുഖൻ? യെസ്, ദാറ്റ്സ് ഹിം, ഷൺമുഖൻ. കമാലെ, ഉനെ കമലാത്ത പുത്തമ്പള്ളി ജാറത്തിലെ വലിയ ഉസ്താദിന് ഉറക്കെഴുതി കൊടുക്കാൻ നീ ആളാവുന്നൊരു കാലം വരുന്നു. ഷൺമുഖം. കേരളത്തിലെ മുംബൈ എന്ന് അറിയപ്പെടുന്ന സ്ഥലമാണല്ലോ കൊച്ചി. ചിലർ കൊച്ചിയെ ചോട്ട മുംബൈ എന്നും വിളിക്കാറുണ്ട്. ബോംബെ അധോലോകം കേന്ദ്രമാക്കി ഒത്തിരി സിനിമകൾ മലയാളത്തിലടക്കം ഇന്ത്യയിലെ എല്ലാ ഭാഷകളിലും വന്നിട്ടുണ്ട്. ആര്യൻ, അഭിമന്യു, ആറാം തമ്പുരാൻ, മിഥ്യ എന്നിങ്ങനെ ഒത്തിരി സിനിമകൾ ആ ശ്രേണിയിൽപ്പെടും. എന്നാൽ മലയാള സിനിമയിൽ കൊച്ചി അണ്ടർവേൾഡിനെ കേന്ദ്രമാക്കി ഇറങ്ങിയ സിനിമകളിൽ ശ്രദ്ധേയമായ ആദ്യത്തെ സിനിമയാണ് 2004 രഞ്ജിത്ത് സംവിധാനം ചെയ്ത ബ്ലാക്ക് എന്ന സിനിമ. 2004 നവംബർ 12 ദിവാലി ആഘോഷമാക്കാൻ തിയേറ്ററുകളിൽ എത്തിയ മലയാള സിനിമകളിൽ ബ്ലാക്ക് തലയെടുപ്പോടുകൂടി തന്നെയാണ് തിയേറ്റർ പിന്നീട് വിട്ടത്. കൊച്ചിയിലെ തെരുവുകളിൽ തന്തയില്ലാതെ വളർന്ന പയ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയും എല്ലാവരും സ്നേഹത്തോടെ ആശാൻ എന്ന് വിളിക്കുകയും ചെയ്യുന്ന സഖാവിന്റെ ശിക്ഷണത്തിൽ പഠിച്ച് പോലീസിൽ കോൺസ്റ്റബിളായി ജോലിയിൽ കയറുന്നു. കൊന്നും കൊലവിളിച്ചും ഗുണ്ടാവിളയാട്ടം നടത്തിയ ഷൺമുഖൻ പക്ഷേ പോലീസ് യൂണിഫോം അണിഞ്ഞിരുന്നത് വർഷത്തിൽ 2 ദിവസം മാത്രം. ദേശീയ അവധി ദിനങ്ങളായ ജനുവരി 26 ഓഗസ്റ്റ് 15. അങ്ങനെയിരിക്കെ കൊച്ചിയെ ശുദ്ധികലശം വരുത്താൻ എത്തിയ SI അശോകനുമായി ഷൺമുഖൻ കൊമ്പ് കോർക്കുന്നതോടെയാണ് സിനിമ ട്രാക്കിലെത്തുന്നത്. SI അശോകനായി എത്തിയത് റഹ്മാനായിരുന്നു. ഏറെ കാലത്തിനു ശേഷം മലയാള സിനിമയിലേക്കുള്ള റഹ്മാന്റെ തിരിച്ചുവരവ് കൂടിയായിരുന്നു ഈ വേഷം. കൂലിക്ക് കൊല്ലാൻ നടന്നിരുന്ന ഷൺമുഖന്റെ കത്തിക്ക് ഇരയായ ഒരു കോളേജ് വിദ്യാർത്ഥിയുടെ അനിയൻ കൂടിയായിരുന്നു SI അശോകൻ. ഷൺമുഖനെ ശരിക്കും അറിയാമായിരുന്ന അയാൾ തന്റെ അനിയനെ കാക്കണമെന്ന് അശോക് ആ സ്റ്റേഷനിൽ ചാർജ് എടുക്കുന്നതിന് മുമ്പ് തന്നെ ഷൺമുഖനോട് അഭ്യർത്ഥിക്കുന്നു. താൻ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ ക്രൈമുകളിൽ ഷൺമുഖത്തിന് അങ്ങേയറ്റം കുറ്റബോധം തോന്നിയവയിൽ ഒന്നായിരുന്നു അജയ് ശ്രീനിവാസ് എന്ന ആ കോളേജ് പയ്യനെ കുത്തി വീഴ്ത്തിയത്. അതുകൊണ്ട് തന്നെ SIയുടെ ശരീരത്തിൽ ഒരു പോറൽ പോലും ഏൽക്കില്ല എന്ന വാക്ക് ആ സഹോദരന് അയാൾ നൽകുന്നു. എന്നാൽ ഷൺമുഖന്റെ ഉറ്റ സുഹൃത്തും കൂടപ്പിറപ്പിനെ പോലെ കൊണ്ട് നടക്കുകയും ചെയ്യുന്ന ലാൽ അവതരിപ്പിച്ച കാർലോസ് പടവീടൻ SI അശോകനെ കൊല്ലുന്നതോടെ അവർ തമ്മിൽ ഉടക്കുന്നു. ആ ഉടക്ക് പിന്നെ അവസാനിക്കുന്നത് കാർലോസ് പടവീടന്റെ ചോരയിലായിരുന്നു. ഈ പട്ടണത്തിലെ ചവറ്റുകൊട്ടയിലേക്ക് ആരോ വലിച്ചെറിഞ്ഞവനെ കൂടെ കൂട്ടി കൂടപ്പിറപ്പിന്റെ സ്നേഹം തന്ന് ഇന്നത്തെ വിശ്വരൂപത്തിലേക്ക് വളർത്തിയ നിന്റെ മച്ചാനെ നീ മറന്നു. പിന്നിട്ട കാലത്തിന്, നടന്ന വഴികളെ നീ മറന്നു. മരണം തന്നെയാ മറവിക്ക് ശിക്ഷ. പടവീടാ, നീ എന്നെ ഉണ്ടാക്കിയ തന്തയാവല്ലേ. മുനമ്പത്തെ മീൻ നാടുന്ന ചെറ്റക്കുടിൽ നിന്ന് ഈ മണിമാളികയിലേക്ക് ഒരു രാത്രി വെളുത്തപ്പം ഷിഫ്റ്റ് ചെയ്തവനല്ല നീ. ഷൺമുഖന്റെ കൈക്കരുത്തും ചങ്കുറപ്പും വിറ്റും പണയം വെച്ചും കിട്ടിയതിന്റെ നടുക്കണ്ടം തിന്ന് വളർന്നവനാ നീ. മമ്മൂട്ടിയുടെ മികച്ച വേഷങ്ങളിൽ പലപ്പോഴും കാരിക്കാമുറി ഷൺമുഖനെ പലരും ഉൾപ്പെടുത്തുന്നതായി കണ്ടിട്ടില്ലെങ്കിലും ആ കഥാപാത്രത്തെ നെഞ്ചിലേറ്റുന്ന ഒത്തിരി മമ്മൂട്ടി ആരാധകർ ഇന്നുമുണ്ട്. ചോര കണ്ട് അറപ്പ് തീർന്നവന്മാരെ കുരുക്കാൻ ഒരു മുഴം കയറുമായിട്ട് ഒറ്റക്കിറങ്ങരുത്. ചില്ലിട്ട പടമാക്കി പൂച്ചത്തം. അതെടാ പന്നി, നിന്നെ എനിക്ക് ഇഷ്ടമായിരുന്നു, അതുകൊണ്ടാ. പിഴച്ചുപോയ ലോകത്തിലെ തന്തയില്ലാ കഴിവറുകൾക്ക് ഗുണവധികാരം ചൊല്ലിക്കൊടുക്കാൻ ഇറങ്ങിയ കോടാലിക്ക് ലൈസൻസ് ഉണ്ടോ, ടാക്സ് കെട്ടിയ രസീത് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ഷൺമുഖൻ തുടങ്ങാ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ഐക്കൺ കൂടി അമർത്തണമെന്നും വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.